പാലക്കാട് വണ്ടാഴിയിൽ കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിനായി പണിത ഒരു കെട്ടിടമുണ്ട്. കാലം കുറേയായി ഈ കെട്ടിടം കാട് പിടിച്ചു കിടക്കുന്നുണ്ട്. 1 കോടി രൂപ മുടക്കി പണിത ഈ കെട്ടിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. 2019 1 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച കെട്ടിടമാണിത്. വണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ ഈ സ്ഥലം ആകെ ഇപ്പോൾ കാട് മൂടി കിടക്കുകയാണ്. ഏകദേശം 2019 അതായത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന AC മൊയ്തീൻ ഇവിടെ വന്ന് ഈ കെട്ടിടം അതായത് സാമൂഹ്യ ദ്രോഹികൾക്ക് വേണ്ടി പണിതോടെ ഈ 8 വർഷത്തോളമായി നിലവിൽ പണി പൂർത്തിയാകാതെ കുറച്ച് കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് കുറേ വീഴ്ചകൾ പറ്റി. ഞങ്ങൾ നിരവധി തവണ MLA-യോടും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയോടും പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. 4 നില കെട്ടിടം, ഉള്ളിൽ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും. MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചു. പക്ഷേ പദ്ധതി മാത്രം യാഥാർത്ഥ്യമായില്ല. ഇപ്പോൾ നിലവിൽ 8 വർഷമായി. അതായത് 2019 ശേഷം പണി അന്ന് തുടങ്ങിയ പണി അന്ന് തന്നെ പണി ആരംഭിച്ചാണ്. ബാക്കിയുള്ള പണികളെന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഏറ്റവും മേൽപ്പുരയുടെ പണിയുണ്ട്. ബാക്കി പിന്നെ ഇലക്ട്രീഷ്യൻ പണികളും ഫർണിച്ചർ മാത്രം കഴിഞ്ഞ പരിപാടി ചുറ്റുമതിലും മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവിധ സൗകര്യവുമുള്ള ഈ കെട്ടിടമാണ് ഇപ്പോൾ ഇങ്ങനെ നശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളം കൂടിയാണ്. നിറച്ച് മദ്യക്കുപ്പികളൊക്കെ തന്നെ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. നമുക്കിതൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാതെ കിടക്കുമ്പോൾ നമ്മളെപ്പോലുള്ള കുറേ വയസ്സായാലും തൊട്ട് നോക്കി അറിയാം. ഇതപ്പുറത്ത് വരുന്ന ഹോമിയോ ആശുപത്രിയിൽ ഈ മഴയത്ത് ഈ മഴപ്പാറ്റും പോലും ആൾക്കാർ കുട ചൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും നല്ലൊരു കെട്ടിടം, ഇത്രയും കോടികൾ ചിലവാക്കി നിൽക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് അവർക്കത് എത്തിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് MLA-യും അതിൻ്റെതായ ഉദ്യോഗസ്ഥരും നടപടിയെടുക്കണമെന്ന് വിളിക്കും. ജനങ്ങൾക്ക് ഇത് എന്ന് പറയുമ്പോൾ ഉപകാരമല്ല, ഉപദ്രവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, മദ്യക്കുപ്പികളും മറ്റുള്ള ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞാനൊരു പ്രവാസിയാണ്. 2021 ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ പോകുന്ന സമയത്ത് ഈ ബിൽഡിംഗ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. കുറേ ചെടികളും ഇതും വൃത്തിയാക്കാൻ പോലും ആരുമില്ല. പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നായാലും MLA-യുടെ സൈഡിൽ നിന്നായാലും ഈ ഒരു പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണം. അതാണ് നമ്മളുടെ മെയിൻ ആവശ്യം. കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി 4 നിലകളുള്ള ഒരു കെട്ടിടമായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. പക്ഷെ അത് പൂർത്തിയായില്ല. 3ാം നില ഈ പരുവത്തിലെത്തിയപ്പോൾ തന്നെ പണി നിന്നു. ഇതിന് മുകളിൽ ഒരു നില കൂടി വരും. പക്ഷെ അതൊന്നും തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ 90% ജോലികളും പൂർത്തിയായി. ബാക്കി ജോലികൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്താൽ അത് ഇവിടുത്തുകാർക്ക് വലിയ ഉപകാരമാവും. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.